തിരുവനന്തപുരം മണക്കാട്ടെ കവർച്ചയിൽ സംഘത്തിൽ ആകെ ഉണ്ടായിരുന്നത് 5 പേർ. 4 പേർ പിടിയിലായി. ഇതിൽ 2 പേർ സ്ത്രീകളാണ്. ഒരാൾ കൊലക്കേസ് പ്രതിയാണ്. ഇന്നലെ ഏകദേശം ഒരു 11 മണിയോടെ കൂടി ഒരു വീട്ടിൽ കയറി 4 പേര് കൊണ്ട സംഘം, ഒരു സ്ത്രീ അടക്കം 3 പുരുഷന്മാരടക്കം 4 പേര് കൊണ്ട സംഘം ഡേ ടൈമിൽ റോബറി നടത്തിയിട്ട് 75 ഗ്രാം സ്വർണ്ണമുള്ള സ്വർണ്ണ ആഭരണങ്ങൾ കവർന്നു പോയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് വിവരം വന്നിരുന്നു. ഉടൻ തന്നെ നമ്മളുടെ DCPയും ACPയും ഇവിടുത്തെ ഇൻസ്പെക്ടർ മറ്റേ ഈ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരു ടീമായിട്ട് അന്വേഷണം തുടങ്ങുകയും പിന്നെ അവർ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിൽ പ്രതികളെ ഇന്നലെ വൈകുന്നേരം കൂടി ഐഡൻറ്റിഫൈ ചെയ്യുകയും രാത്രിയോടെ കൂടി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്വർണം പണയം വെച്ച് പൈസയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിക്കവറി, ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട്. ഇനിയും ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 പ്രതിയാണോ അതൊക്കെ കൂടുതൽ ഉണ്ടോയെന്ന് ഇനി അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പോൾ 4 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ച പ്രതികളുടെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പ്രതിക്ക് ഒരു 9 കേസുകളുണ്ട്, മറ്റൊരു പ്രതിക്ക് ഒരു 3 കേസുകളുണ്ട്. ഒരു സ്ത്രീയാണ്, 2 സ്ത്രീയാണ് ഇതിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് 3 കേസുകളുണ്ട്, മർഡർ കേസ് അടക്കമുണ്ട്. ഒരു പുരുഷനായിട്ട് വന്നിട്ടുള്ള പ്രതിക്ക് 9 കേസുകളുണ്ട്, മറ്റൊരു പ്രതിക്ക് 2 കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ്. ഇത് കൃത്യമായിട്ട് മുൻപ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറ്റം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മണക്കാട് വയോധികയെ ആക്രമിച്ച് ശാരീരികമായി കീഴ്പ്പെടുത്തി ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന കേസിലാണ് ഇപ്പോൾ 4 പേരെ തിരുവനന്തപുരം സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രത്യേക സംഘമാണ് ഇതിന്റെ അന്വേഷണം നടത്തിയത്. അങ്ങനെ വളരെ വിദഗ്ധമായാണ് ഇവരെ കുടുക്കിയിരിക്കുന്നത്. അതായത് വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. ഒരാളുടെ പേരിൽ 9 കേസുകളുണ്ട്, മറ്റൊരാളുടെ പേരിൽ 3 കേസുകളുണ്ട്. ഇതിൽ ഒരു സ്ത്രീ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. 4 പേരാണ് ഇതിനോടകം പിടിയിലായിരിക്കുന്നത്. ശേഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന പേരിലാണ് അവർ ഈ മോഷണം നടന്ന സ്ഥലത്ത് എത്തി ഈ വീട്ടമ്മയോട് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പരിചയപ്പെടുത്തി അവർ പുറത്തേക്ക് വന്നപ്പോൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. ഇതേ ശൈലി തന്നെയാണ് ഈ മോഷണത്തിന് വേണ്ടി ഇവർ സ്വീകരിക്കുന്നത്. ഇവരുടെ ഒരു മോഡസ് ഓപ്പറണ്ടി ഇത്തരത്തിലാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവർ കവർച്ചാ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച്, ഈ സംഭവം നടന്ന വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ഇവരുടെ തട്ടിപ്പ് രീതിയെക്കുറിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളടക്കം ജാഗരൂകരായിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. കാരണം തനിച്ച് താമസിക്കുന്ന ആളുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അത്തരം വീടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനയുടെയും മറ്റേയും പേരുകൾ പറഞ്ഞ് വീടുകളിൽ കയറിപ്പറ്റുകയും അങ്ങനെ കയറിപ്പറ്റിയ ശേഷം പെട്ടെന്ന് കീഴ്പ്പെടുത്തി മോഷണം നടത്തുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.